കലങ്ങി നമ്മുടെ കാലിലെ ഡേർട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതേ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ചിലപ്പോ എന്റെ കാലിന് ഇത് ചേരൂല കേട്ടാ. ചെറിയ നെയിൽസ് ആണ് കേട്ടാ. പണ്ടില്ലേ നെയിൽസ് ഇല്ലാത്തത് കൊണ്ടും ഞാൻ അത്രയും വൃത്തിയിലൊന്നും അല്ല ഞാൻ അടിച്ചു വെക്കുന്നത്. ചെയ്തന്നെ ലച്ചുവിന് ഇരുന്ന് തന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഫുൾ വർക്കാണ് കേട്ടത്. ഇത് നമ്മുടെ ലിപ്സ്റ്റിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ, ലച്ചു ക്ലാസ്സിൽ പോയി, സേതുയുടെ ഓഫീസിൽ പോയി. സേതുവിന് ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ സേതുവിന് ഫുഡ് വേണ്ട. ലച്ചുവിന് പൂരി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇനി എനിക്ക് മാത്രം മതി ഫുഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചോറ് ഞാൻ വെക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാ എനിക്ക് ഈവനിങ് 7 o'clock ഒക്കെ ആകുമ്പോൾ എനിക്കൊരു പാർട്ടിക്ക് പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാം. എനിക്ക് മാത്രം മതിയല്ലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പുട്ടുപൊടി നനച്ചു വെക്കാം. നമ്മുടെ പൊൻകതിരായതുകൊണ്ട് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇടണില്ല കേട്ടാ. അങ്ങനെ തേങ്ങനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് സവാള എന്തായാലും വേണം കേട്ടാ. ഇതിൽ നമുക്ക് തക്കാളി ഒന്നും വേണ്ട. ഈ മുട്ടക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി 10 minutes അത് മതി. അതിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വൈറലായിരുന്ന മുട്ടക്കറിയാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ. പിന്നെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഒരു മുട്ടക്കറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്ക് ധൃതി പിടിച്ച് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റ് വന്ന്, അല്ലെങ്കിൽ നമുക്കൊന്നും എവിടെയെങ്കിലും ഒന്ന് ഷോപ്പിങ്ങിന് പോയി വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ ഒരു മുട്ടക്കറി. നമുക്ക് വേറെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആകെപ്പാടെ ഒരു കുക്കർ മാത്രം മതി. നമുക്ക് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇഞ്ചി ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈസി ആയിട്ടുള്ള എഗ് കറിക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ആഡ് ചെയ്യാട്ടോ. അത് ഒന്നിച്ചൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പം ഈ ഒരു മെത്തേഡിലല്ല കേട്ടോ ഉണ്ടാക്കിയത്. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം വേണം. അതിൽ നമുക്ക് മുട്ട വെക്കാം. ഇത് കിടക്കുവോ? ഓക്കെ, നമുക്കൊരു 3 വിസിലടിക്കാം. അപ്പം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ ഇത് എങ്ങനെയാണ്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ കുറച്ച് ഷാമ്പു ഇട്ട് കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് നമ്മൾ ഈ ഒന്ന് കലക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കാലെടുത്ത് ഇതിലേക്ക് മുക്കി വെക്കാട്ടാ. ഓ, ഭയങ്കര ചൂട്. ചെറുതായിട്ട് ചൂട് വേണം കേട്ടാ. കുറച്ചു നേരം ഇരിക്കട്ടെ ഇങ്ങനെ. ഈ സമയം നമുക്ക് എന്തെങ്കിലും TV ആടാ, ഫോൺ നോക്കാ, അതൊക്കെ ചെയ്യാട്ടാ. ഇനി നമുക്ക് ഇപ്പൊ തന്നെ കണ്ട ഈ വെള്ളം മൊത്തം കലങ്ങി നമ്മുടെ കാലിലെ ഡേർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതുണ്ട് കാലില് ഈ കളറാണ് നമുക്ക് നെയിൽ പോളിഷ്. നമുക്കിതെല്ലാം വേണ്ട, നമുക്കിത് കളയണം. അപ്പൊ ഇത് ഇതുപോലത്തെ കല്ലുണ്ടാവും. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമുക്ക് എന്നിട്ട് ഇതേ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഒരച്ചരച്ചരച്ച് ക്ലീൻ ആക്കാം. പിന്നെ നമ്മുടെ കയ്യില് ഒരു ബ്രഷ് പോലത്തെ കിട്ടും. അത് നല്ലതാണ് കേട്ടോ. അതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ,
നമുക്ക് ഈ ടവൽ ഇവിടെ വെക്കാം, കാലിലോട്ട് ഇറക്കി വെക്കാം. എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്ലോത്ത് വേണം കേട്ടാ, എന്നിട്ട് നന്നായിട്ട് ഉരക്കാം. ഈ സമയം നമുക്ക് നഖം കട്ട് ചെയ്യാൻ, നഖത്തിന്റെ ഇടയിൽ വല്ല അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാം. ഡെഡ് സ്കിന്നൊക്കെ ഇരിപ്പുണ്ടാവും കണ്ട, അതൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽ നീറ്റ് ആൻഡ് ടൈഡി ആവും. കാല് നമുക്ക് എടുക്കാം, വെള്ളം നീക്കാം. ഇത് നമ്മുടെ ചൂടൊക്കെ എന്തായാലും ആറിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ കാലിത് ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് കാലിൽ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. കാലിൻ്റെ അടിയിലും ഒക്കെ തേച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കാലിൽ ഇത് കളയാട്ടാ, റിമൂവർ വെച്ച് നമ്മുടെ നീൽ പോളിഷൊക്കെ കളയാം. ഈ റിമൂവർ പാഡാണ് കേട്ടോ കൂടുതൽ നമ്മുടെ റിമൂവറിനേക്കാളും നല്ലത്. അങ്ങനെ ഇന്നൊന്നും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്ത് നടക്കൂല കേട്ടാ. പണ്ട് ഇതൊക്കെ ചെയ്യാൻ എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയോ, ഓരോ കളർ മാറ്റുന്നു, അത് മാറ്റുന്നു, ഇത് മാറ്റുന്നു. ഇപ്പൊ എല്ലാത്തിനും മടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്കത് നിർബന്ധമാണ്, കാലിൽ എനിക്ക് എപ്പോഴും നെയിൽ പോളിഷ് ഉണ്ടാവണം, നല്ല നെയിൽ നല്ല നീറ്റ് ആയിരിക്കണം, കാല് നല്ല നീറ്റ് ആയിരിക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഓക്കെ, നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. ഞാൻ ആലോചിക്കുന്ന യെല്ലോ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പിന്നെ യെല്ലോ ഭയങ്കര റയറാണ്. ലച്ചുവിന് എന്തൊക്കെയോ നെയിലാട്ടൊക്കെ ചെയ്യണമെന്നുണ്ട് വാങ്ങിയത്. അപ്പൊ ഞാൻ ഓർത്ത് ഇതൊന്ന് ഞാൻ ഇട്ട് നോക്കിയാലോ എന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ കോട്ട് വേണമെങ്കിൽ നമുക്ക് അടിക്കാതെ കണ്ട. ക്ലിയർ കോട്ട് ഇത്രയും സ്റ്റുഡിയോയിൽ ഇന്നലെ വാങ്ങിയതുണ്ട്, പിന്നെ വേറൊരു ബ്രാൻഡിന്റെ ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അടിക്കാം. എനിക്ക് മടിയാവണം, ഞാൻ അടിക്കണില്ല. ചിലപ്പോ എന്റെ കാലിന് ഇത് ചേരൂല കേട്ടാ. വലുതായിട്ട് ചേരണില്ല, എന്നാലും ഞാനിത് അടിക്കണേ. കാരണം എന്താണെന്നറിയോ, എനിക്ക് റെഡ്, പിങ്ക്, മെറൂൺ ഇതൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. ആ കളേഴ്സൊക്കെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഓറഞ്ച്, ഗ്രീൻ, പിന്നെ ബ്ലൂ, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാലിലിടാൻ. ഫേവറേറ്റ് കളേഴ്സ് അല്ല, എനിക്ക് നെയിലിൽ അപ്ലൈ ചെയ്യാനായിട്ട് അത്ര പോരാ. പോരാട്ട അത്രയ്ക്ക്. ഞാൻ കാണിച്ചു തരാട്ടാ. ഇതാ ഇങ്ങനെയുണ്ട കാലിരിക്കണത്. ഒരു കാലാണ് ഞാൻ പൊക്കി വെച്ചേക്കണത്. അത്രയ്ക്ക് മാച്ചൊന്നും അല്ല, എന്നാലും ഒരാഗ്രഹമല്ലേ, കാലിൽ കിടക്കട്ടെ. ഇനി നമുക്ക് കയ്യിലടിക്കാം. എനിക്ക് നെയിൽസ് ഒന്നും ഇല്ല കേട്ടാ, ആകെ കൊള്ളൂല കൈ. ഇത് ഞാൻ അടിച്ചിട്ടില്ല, പുതിയതാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് അടിക്കണോന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് അടിക്കാം. ചെറിയ നെയിൽസ് അല്ല കേട്ടാ. പണ്ടില്ലേ, പണ്ട് 10th-ലും +1-ലൊക്കെ പഠിക്കുമ്പോ ഉണ്ടല്ലോ നെയിൽസ് ഉറ്റുപാടാണ്. അന്ന് ടീച്ചർമാർ സമ്മതിക്കൂലല്ലോ. ടീച്ചർമാർ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഈ നെയിൽ പോളിഷ് അടിക്കണ നേരം കൊണ്ട് അത് പഠിച്ചൂടെ, ഇത് പഠിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അലൗഡ് അല്ലായിരുന്നു. സ്റ്റൈൽ യൂണിയൻ മേടിച്ചതാണ്. നെയിൽസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ അത്രയും വൃത്തിയിലൊന്നും അല്ല ഞാൻ അടിച്ചു വെക്കണത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാ നമ്മുടെ
കൈ ഇരിക്കണത് കണ്ടോ, ഒട്ടും നെയിൽസ് ഇല്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, എന്ത് ചെയ്യാൻ, നെയിൽസ് ഇല്ലാത്ത ആൾക്കാർക്ക് അടിക്കണ്ടേ അല്ലേ. അപ്പം ഓക്കെ, അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. കണ്ടാ നമ്മുടെ മുട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ലേ. പാത്രം വേണ്ട. ഓ, ദ ഗ്രേവി നോക്കിയേ, ഐ വിൽ ഷോ യു. ഇത് കണ്ട നല്ല മണവും വരുന്നുണ്ട് കേട്ടാ. ഓ, നമ്മൾ വിചാരിക്കണ പോലെയല്ല. നല്ല ഗ്രേവി ഒക്കെ ഉണ്ട്, കണ്ടിട്ട് കൊതിയാണ്. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഒറ്റ മുട്ടയെ പുഴുങ്ങിയിട്ടുള്ളൂ. നമുക്കിത് 2 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ട് കേട്ടോ, ലാവിഷായിട്ട്. നമ്മുടെ മുട്ടക്കോഴി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടാ. ചിലപ്പോ ഉപ്പിന്റെ വല്ല പോരായ്മ ഉണ്ടാ, ഒന്നും പറയാനില്ല. കടയിലൊക്കെ കിട്ടൂലേ അതുപോലെ. പിന്നെ കുറച്ച് എരിവ് കൂടി, കാരണം ഞാൻ മനഃപൂർവ്വം എരിവ് കൂട്ടിയിട്ടാ. കാരണം ആർക്കും വേണ്ട, എനിക്ക് മാത്രം മതി. എനിക്ക് ഇത്തിരി എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്തന്നെ ലച്ചുവിന് എരിവ് എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി എഗ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല, ചെയ്തന്നെ വെയിറ്റ് ചെയ്യണില്ല, ആരുമില്ല. ഞാൻ ഒറ്റക്ക് ഇരുന്ന് കഴിക്കാൻ പോവാട്ടാ. എനിക്ക് നന്നായിട്ട് വിശക്കണമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നെയ്യപ്പം ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വിശന്നപ്പോ അച്ഛൻ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായി നെയ്യപ്പം. അപ്പൊ ഞാൻ അതും കൂട്ടി കഴിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടാ. ഉപ്പ് കുറവ് പോലെ, പുട്ടിനാന്ന് തോന്നുന്നു. പുട്ടിനാണ് ഉപ്പില്ലാത്തത്. പറയാം, ഉപ്പ് കുറവ് പോലെ, പിന്നെ ഇത്തിരി ഉപ്പിട്ട്. കറിക്കല്ല, നമ്മുടെ പുട്ടിന് ഞാൻ ലേശം ഇട്ടുള്ളൂ എന്ന് തോന്നണം. എനിക്കല്ല, കരണ്ട് പോയി. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ലച്ചു ഇട്ടതാണ് കേട്ടാ. രാവിലെ എല്ലാം നന്നാക്കിയൊക്കെ വെച്ച് അവളിട്ടിട്ട് പോയതാ. സൂപ്പറല്ലേ. ഇതിപ്പോ ഞാൻ ഉച്ചയായിട്ട് എടുക്കുമ്പോ ഇത്തിരിയൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ലച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പൊ പോകുമ്പോ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റിയില്ല. ലച്ചുവിന് ഇന്ന് കൊടുക്കുന്നത് നമ്മൾ അവക്കാഡോ ഷേക്കും ചീസ് ഓംലെറ്റും ആണ് കേട്ടോ. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കട്ടെ, അവള് വിശന്നിരിക്കുകയാണ്. ഒരു തരി ചീസ് താഴെ പോയ അപ്പുറപ്പ് വരും കേട്ടാ. ചീസ് ഉമ്മിന് ഭയങ്കര ഇഷ്ടം.
ഇന്നലെ ഞാൻ ഹാഫ് അവക്കാഡോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ ഈ പകുതി വെച്ചാണ് നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സ്കൂപ്പ് ചെയ്തിടാം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടത് അവക്കാഡോ ഷേക്ക്. ഇപ്പോഴും ഭയങ്കര ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബട്ടറാണത്. ബട്ടറി നല്ല ടേസ്റ്റ് ആണ്. ഇത് ബ്രോക്കോമോളി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും എപ്പോഴും അവക്കാഡോ. ഇതാണ് നമ്മുടെ ലച്ചുവിന്റെ പൊന്നിന് വിശന്നിട്ടോ അല്ലേ? നൈസ് ഓംലെറ്റ് ഒക്കെ കഴിക്കട്ടാ. ഞാൻ ഇന്ന് ഇതാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ചുരിദാറല്ലേ ഇടുന്നത്, ഇതിടാന്ന് വിചാരിച്ച്. ബ്ലാക്ക് പാന്റ്, പിന്നെ ഇതാണ് ഇതിന്റെ ഷോള്. ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടു, പക്ഷെ അപ്പോഴൊന്നും ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഫുൾ വർക്കാണ് കേട്ടത്. എനിക്ക് നല്ല രസമാണ്, നല്ല സോഫ്റ്റും, ഭയങ്കര സോഫ്റ്റും. ഇതില് മിറർ വന്നേക്കണ കാരണം കുറച്ച് ഹെവിയാണ്, എന്നാലും നമുക്ക് ഓക്കെ. നമ്മളെ ഹാഫ് സാരിയൊക്കെ എടുക്കുമ്പോഴൊക്കെ പറ്റുമോ അറിയില്ല കേട്ടോ. അപ്പൊ ഞാന് കമ്മൽ, എനിക്ക് അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ കമ്മലിന്. ഞാൻ നോക്കണേണ്. ലച്ച് പോയിട്ടാ, ലച്ചിനെ വീട്ടിൽ കൊണ്ടാക്കി. ഇതിടാന്ന് വിചാരിച്ചു കമ്മൽ. ഇത് നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് കയ്യിലിടണത് വേണം, വള. ഞാൻ ഇതായിടണം, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര മാച്ചിങ്ങും ആണ്. ഇത് രണ്ടും കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ എന്റെ സെലക്ഷൻ. അപ്പൊ ഞാന് അധികം സമയം കളയണില്ല. ഞാൻ പയ്യെ ഒന്ന് ഒരുങ്ങാം. ആദ്യം ഞാനൊന്ന് നീലൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ആയിട്ട് വരാം. അപ്പതേ ഞാൻ ചുരിദാറൊക്കെ ഇട്ടു. ഇനി ഞാൻ പയ്യെ ഒരുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടാ. അകപ്പാടെ അടിയിൽ പോകുമ്പോ ഭയങ്കര ടെൻഷനാണ്. ആദ്യം നമുക്ക് മാല എടുത്തിടാം. അപ്പൊ മാല ഇട്ടു. നമുക്കിനി മുഖമൊക്കെ ഒന്ന് സെറ്റാക്കാം. ഞാൻ എന്താ പറയാ, ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഇഷ്ടമല്ലഞ്ഞിട്ടല്ല, എനിക്കത് എൻ്റെ മുഖത്തിനത് എനിക്ക് അലർജിയാണ്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് എനിക്ക് ചേരൂല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ നമ്മുടെ ടാൽക്കൺ പൗഡറും കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യും, മസ്കാര ഇടും, ഇത്രയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. വേറെ ഞാൻ ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എല്ലാരും ക്രീമൊക്കെ ഇടുമ്പോ എനിക്ക് ഭയങ്കര കൊതിയാണ് ഇടാനായിട്ട്. പക്ഷെ എനിക്ക് പിമ്പിൾസ് ഒക്കെ വരും. ഞാനങ്ങനെ കണ്ണെഴുതി അതിനുശേഷം നമ്മുടെ മസ്കാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മസ്കാര ഞാൻ ഉപയോഗിക്കുന്ന മാൾസിന്റെ ആണ് കേട്ടോ. കണ്ണെഴുതിയത് നമ്മുടെ ഐക്കോണിക്. എനിക്ക് കൊറേ ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ, ലൈറ്റ് ആയിട്ട്. പിന്നെ അതാ നമ്മളൊന്ന്
ഐബ്രോസ് ഫില്ല് ചെയ്യണേണ്. ഐബ്രോസ് എന്ന് പറയാനായിട്ട് എനിക്ക് ഒന്നും ഇല്ല ആക്ച്വലി. നമ്മള് എല്ലാരും കൂടി ഒരു ചേച്ചിയുടെ വീട്ടില് എത്തും. നമ്മൾ അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ടായിരിക്കും കേട്ടോ പോവാ. അതേ നമ്മുടെ ലിപ്സ്റ്റിക്ക് നമുക്കൊന്ന് ഇവിടെ ലൈനർ ലിപ്സ്റ്റിക്കേ ഭയങ്കര എന്താണ്, ഒട്ടും ചുണ്ടിനെ ഡ്രൈ ആക്കിയുമില്ല. നമുക്ക് ലിപ് ബാം ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ, നല്ല സൂപ്പറാണ്. കമ്മലിട്ട് കൊടുക്കണേന്ന്. പിന്നെ ഇത് ഫുൾ കായ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബാംഗിൾസിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയാണ് കേട്ടോ. നമുക്കൊരു പൊട്ടും കൂടെ വെച്ചു കൊടുക്കാം. കറക്റ്റായ കുറച്ച് ചെരിഞ്ഞായി. ഓക്കെ, നമുക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. കമ്മലൊക്കെയാണ് ഇട്ടത്, വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ക്യാമറയിൽ ചെക്ക് ചെയ്ത് നോക്കിയില്ല ഞാന്. നമുക്ക് ഷോളും കൂടി ഒന്ന് ഇട്ട് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഷോളൊക്കെ ഇട്ടിട്ടുള്ള, കുഴപ്പമില്ലല്ലേ. പിന്നെ എല്ലാരും വിചാരിക്കും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കും ഇതെങ്ങനെ, പക്ഷെ അല്ല കേട്ടോ, ഭയങ്കര കംഫർട്ടാണ്, ചൂടൊന്നും എടുക്കൊന്നുമില്ല. ഇത് ഞാൻ മേടിച്ചത് ഓൺലൈനിലാണ്. എന്തെന്നാന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. കുറെ നാളായി വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ തയ്ച്ചില്ലായിരുന്നു. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നിസാരം ബൈരാഗി വരാം. ബൈ. പറ്റിയാണെങ്കിൽ മാത്രം ഞാൻ അവിടെ പോകുമ്പോ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കൂല കേട്ടാ. കാരണം ചിലപ്പോഴേ എടുക്കുള്ളൂ. ഇനി എനിക്കുണ്ട്, 1/2 hour ഉണ്ട്. ഞാൻ വെറുതെ ഫോണൊക്കെ നോക്കിയിരിക്കും, ഒരുങ്ങിക്കഴിഞ്ഞല്ല. അപ്പൊ എല്ലാരും കൂടെ സിന്ധു ചേച്ചിയുടെ വീടിന്റെ അവിടെ എത്തും. അപ്പൊ ആ ചേച്ചി ഞങ്ങളെല്ലാരും കൂടി പോകും. ചിലര് അപ്ന പോവും. അപ്പൊ